നമസ്കാരം. പീപ്പിൾ എച്ച്ആറിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ എംപ്ലോയേഴ്സിന് വേണ്ടി, തൊഴിൽ നൽകുന്ന ആളുകൾക്ക്, അതായത് എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. കാരണം പലപ്പോഴും പല ഓർഗനൈസേഷനുകളിലും HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പല മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണ എംപ്ലോയേഴ്സിന്റെ ഇടയിൽ EPF-ഉം ESI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഓർഗനൈസേഷനിൽ 10 പേരിൽ കൂടുതലുണ്ട്, പക്ഷേ ഈ 10 പേരും ESI-യുടെ പരിധിയായ 21,000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് നമുക്കറിയാം 21,000 രൂപയാണ്, 21,000 രൂപയ്ക്ക് താഴെ സാലറി ഉള്ള ആളുകളാണ് ESI-യുടെ പരിധിയിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ 9 പേര് കഴിഞ്ഞാൽ 10ാമത്തെ ആളാകുമ്പോൾ ഓർഗനൈസേഷൻ ESI-ക്ക് എലിജിബിൾ ആവും. അപ്പൊ 10 പേരിൽ കൂടുതലുണ്ട്, പക്ഷേ ഈ 10 പേരും 21,000 രൂപയ്ക്ക് സാലറിക്ക് മുകളിലാണ് അവരുടെ സാലറി. അതുകൊണ്ട് എനിക്ക് ESI-യുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ട. തെറ്റാണ്. ESI-യുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്, അത് എംപ്ലോയീസിന്റെ സാലറി നോക്കിയിട്ടല്ല. നാളെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ 21,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു എംപ്ലോയി വരില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ 10 എംപ്ലോയീസ് ആയി കഴിഞ്ഞാൽ, 9 കഴിഞ്ഞ് 10 ആയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ESI-യുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈവൻ ഒരാൾ പോലും എലിജിബിൾ സാലറിക്ക് മുകളിലാണ് അവരുടെ സാലറി എങ്കിൽ പോലും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് PF-മായി ബന്ധപ്പെട്ട് സെയിം കാര്യമാണ്. അതായത് എൻ്റെ ഓർഗനൈസേഷനിൽ 15,000 രൂപയ്ക്ക് താഴെയുള്ളവരാണ് PF-ന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിലുള്ള ആളുകളെല്ലാം 15,000 രൂപയ്ക്ക് മുകളിലുള്ള എംപ്ലോയീസ് ആണ്. അതുകൊണ്ട് എനിക്ക് PF-ന്റെ രജിസ്ട്രേഷൻ എടുക്കേണ്ട. തെറ്റാണ്. 20 മെമ്പേഴ്സ് ആകുമ്പോഴാണ്, 19 കഴിഞ്ഞ് 20ാമത്തെ മെമ്പർ ആകുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ EPFOയ്ക്ക് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആവുന്നത്. പക്ഷേ EPFOയെ സംബന്ധിച്ചും ESI-യും EPF-ഉം തമ്മിലുള്ള വ്യത്യാസവും അതാണ്. EPFOയിൽ നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. 20-ൽ താഴെയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷേ 20 എംപ്ലോയീസിന് മുകളിലുണ്ട്, പക്ഷെ അവരെല്ലാവരും തന്നെ 15,000-ന് മുകളിലാണെന്ന് കരുതിയിട്ട് എനിക്ക് EPFOയിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് രജിസ്ട്രേഷൻ എടുക്കണം. എൻ്റെ ഓർഗനൈസേഷൻ എലിജിബിൾ ആണ്. എൻ്റെ ഓർഗനൈസേഷൻ അതിന്റെ രജിസ്ട്രേഷൻ എടുത്തേ മതിയാകുള്ളൂ. അതാണ് നിയമം പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പല എംപ്ലോയേഴ്സുമായിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിനും ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ESI-യുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. ESI ഒരിക്കലും ഇൻഷുറൻസ് കൊടുക്കാൻ പറയുന്നില്ല. പക്ഷേ ഇൻഷുറൻസ് കൊടുക്കുന്നതുകൊണ്ട് ESI-യുടെ രജിസ്ട്രേഷൻ എടുക്കാനോ ESI ഫെസിലിറ്റി കൊടുക്കാതിരിക്കാനോ ESI ഒരിക്കലും പറയുന്നില്ല. അതായത് നിങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും 21,000 രൂപയ്ക്ക് താഴെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവർക്ക് ESI അടച്ചിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ 10 പേരിൽ കൂടുതലുണ്ടെങ്കിൽ, 9 പേര് കഴിഞ്ഞ് 10 ആയി കഴിഞ്ഞാൽ ESI-യുടെ രജിസ്ട്രേഷൻ എടുക്കുകയും വേണം. 21,000-ന് താഴെയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട് ESI ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും പാടില്ല എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ഞാൻ മിക്കവാറുമുള്ള പല ഓർഗനൈസേഷനുകളിലും ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴും, അതുതന്നെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുമ്പോഴും, അവിടുത്തുള്ള HR-ഉമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഒക്കെ അവരുടെ ഒരു സംശയമാണിത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.